മൈക്ക് ഓൺ ചെയ്ത് വെക്കേ. പിന്നെ അതില് നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടില്ലേ, ഒന്നുകൂടെ ഇടാം. ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ടാലി ഓപ്പൺ ചെയ്യാം. മൈക്ക് ഓഫ് ചെയ്യരുത് കേട്ടോ, എല്ലാരും മൈക്ക് ഓൺ ചെയ്ത്. ജസീല, ഫാത്തിമ, ആയിഷ, മൈക്ക് ഓൺ ചെയ്. ഇപ്പൊ ക്വസ്റ്റ്യൻ കണ്ടോ? ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടു. ഓക്കെ, അതില് കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്യാപിറ്റല് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ക്യാപിറ്റൽ കൊണ്ടുവരുന്നു അല്ലെ. ക്യാഷ് ആയിട്ട് 5 ലാക്ക്, അതുപോലെ തന്നെ ബാങ്ക് ഡെപ്പോസിറ്റ് എത്രയുണ്ട്? 5 ലാക്ക്. പിന്നെ പെയ്ഡ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഫോർ റൂം സ്പേസ്, സൺഡ്രി എക്സ്പെൻസ്, പർച്ചേസ്, പെയ്ഡ് carriage inward, bought office stationery from Bina Stationeries, sold goods to Nikesh, invoice received against visiting cards and a bill book from Express Offset Press. അതൊരു ട്രാൻസാക്ഷൻ ആണ് കേട്ടോ, രണ്ടെണ്ണല്ല കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ആദ്യം എന്ത് ചെയ്യണം? കമ്പനി ഫസ്റ്റ് നമ്മള് കമ്പനി ക്രിയേറ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത കമ്പനിയിൽ മിക്സഡ് അപ്പ് ആയിട്ട് വരും. നമ്മൾ ആദ്യം കമ്പനി ക്രിയേറ്റ് ചെയ്യാം. കമ്പനി എടുക്കാം, കമ്പനി എടുക്കാൻ കമ്പനി അല്ലെങ്കിൽ ഓൾട്ട് കെ അടിച്ചാലും മതി. അതില് ക്രിയേറ്റ് കമ്പനി ക്രിയേറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ചെയ്തിട്ടുണ്ടല്ലേ? ലിമിറ്റഡ്. ഓക്കെ, അത് സെലക്ട് ആയിട്ട് വരാൻ ഇവിടുന്ന് നമ്മള് കമ്പനി എടുക്കാം, അതില് സെലക്ട് എടുക്കാം. കാണുന്നുണ്ടോ? ലിസ്റ്റ് ഓഫ് കമ്പനീസില് നിങ്ങൾ ചെയ്ത അരുൺസ് ലിമിറ്റഡ് കാണാൻ പറ്റും ഇല്ലേ? അത് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇനിയിപ്പോ ഇവിടെ വേറെ ഏതെങ്കിലും കമ്പനി ഓപ്പൺ ആയി കിടക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഷട്ട് ചെയ്യാം. കമ്പനിയിൽ ഷട്ട് എടുക്കാം. വേണ്ടാത്ത കമ്പനി ഏതാണോ അത് ജസ്റ്റ് ഷട്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അരുൺസ് ലിമിറ്റഡ്. സെലക്ട് ചെയ്യാൻ കീബോർഡിലെ കീ ഏതായിരുന്നു? ഓൾട്ട് കെ. അതിൽ സെലക്ട് കമ്പനി, എന്നിട്ട് നമ്മുടെ കമ്പനി അരുൺസ് ലിമിറ്റഡ് സെലക്ട് ചെയ്ത് വെക്കാം. ഷട്ട് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? അതായത് ഇവിടെ വേറെ കമ്പനി ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഷട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്താൽ മതി. അങ്ങനെ അരുൺസ് ലിമിറ്റഡ് മാത്രമാണ് വരുന്നതെങ്കിൽ ചെയ്യണ്ട കേട്ടോ. വേറെ കമ്പനി വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ നോക്കാം, ഇവിടെ അരുൺസ് ലിമിറ്റഡ് മാത്രമാണെങ്കിൽ വേറെ കമ്പനീസ് ഒന്നും നമുക്ക് ഷട്ട് ചെയ്യാനില്ല. വേറെ കമ്പനി ഉണ്ടെങ്കിൽ ഷട്ട് ചെയ്യൽ എങ്ങനെയാ? ഉണ്ടെങ്കിൽ കമ്പനി എടുത്തിട്ട് അതില് കണ്ടോ താഴെ ഷട്ട് കണ്ടോ? ഓക്കെ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ഏത് കമ്പനിയാണോ ഷട്ട് ചെയ്യേണ്ടത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ നമ്മള് ഡേറ്റ് കറക്റ്റ് ആണോ നോക്കാം. ഓൾട്ട് F2 അടിക്കാം. 1 April 2025 അല്ലേ വേണ്ടേ? 25 to 26 അല്ലേ?
25 to 26 ആക്കി കൊടുക്കാം. ഫസ്റ്റ് ഏപ്രിൽ 26 to 31st മാർച്ച് 27. ഓക്കെ, ഓക്കെ ആണോ? 26 to 27 ആണല്ലേ? Yes. ഓക്കെ. 26 to 27. എല്ലാം ചെയ്തോ? Yeah. ഡേറ്റ് സെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ക്രിയേറ്റിൽ പോവാം. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ തന്നെ ക്രിയേറ്റ് എടുക്കാം. അതിൽ ലെഡ്ജേഴ്സ് താഴെ ഉണ്ടാവും. ലെഡ്ജർ അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിൽ ഗ്രൂപ്പിന് താഴെ ലെഡ്ജർ അതെടുക്കാം. ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ക്യാപിറ്റൽ നെയിമും അണ്ടറും കൊടുത്താൽ മതി. ക്യാപിറ്റൽ കൊടുക്കുക, അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട്, എന്നിട്ട് സേവ് ചെയ്യാം. എങ്ങനെ സേവ് ചെയ്യാം? സിമ്പിൾ ആയിട്ട് സേവ് ചെയ്യാൻ കൺട്രോൾ അടിച്ചാൽ മതി. നെക്സ്റ്റ് ഏതാ വേണ്ടേ? ബാങ്ക് ബാങ്ക് HDFC. ബാങ്ക് HDFC തന്നെ കൊടുക്കുക കേട്ടോ. ബാങ്ക് HDFC അണ്ടർ വരാം ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് സേവ് ചെയ്യാം. ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ ആവശ്യമായിട്ടുള്ള 2 ലെഡ്ജേഴ്സ് നമ്മൾ ചെയ്തു. ക്യാഷ് കൊടുക്കേണ്ട, ക്യാഷ് ഓൾറെഡി ടാലിയിലുണ്ടാവും, ക്യാഷ് ലെഡ്ജർ. ഇനി നെക്സ്റ്റ് നോക്കാം. പെയ്ഡ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഫോർ റൂം സ്പേസ്. ജേണൽ എൻട്രി വരാം. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്ന് വരാം. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യാം. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അണ്ടർ വരാം ഡെപ്പോസിറ്റ് അസെറ്റ്സ്. ഡീന്ന് അടിക്കുമ്പോൾ തന്നെ ഇവിടെ വരും, ലിസ്റ്റിൽ സെലക്ട് ആയിട്ട് വരും. ഡെപ്പോസിറ്റ് അസെറ്റ്സ് സെലക്ട് ചെയ്ത് കൊടുക്കും. സേവ് ചെയ്യാം. നെക്സ്റ്റ് സൺട്രി എക്സ്പെൻസ്. ജേണൽ എൻട്രി വരാം. സൺട്രി എക്സ്പെൻസ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ്. നമ്മൾ ഏത് കൊടുക്കണം ഇവിടെ? ഇതിന് മുമ്പത്തെ ട്രാൻസാക്ഷൻ എന്തായിരുന്നു? ഡിപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ബ്രാക്കറ്റിൽ അസറ്റ് വരുന്നതാ? അതന്നെ, ഡെപ്പോസിറ്റ് അസറ്റ്. നെക്സ്റ്റ് കൊടുക്കുക സൺട്രി എക്സ്പെൻസ്. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. യെസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. നെക്സ്റ്റ് നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ലാൽ ട്രേഡേഴ്സ്. ഇവിടെ ക്രെഡിറ്റ് പർച്ചേസ് ആണ് കേട്ടോ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ലാൽ ട്രേഡേഴ്സ്. ഓൺ ക്രെഡിറ്റ് എന്ന് മെൻഷൻ ചെയ്യുന്നില്ല, എന്നാലും പക്ഷേ ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ഒരു പാർട്ടിയുടെ പേര് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റനിലൊക്കെ പാർട്ടിയുടെ പേര് എന്നതൊക്കെ ക്രെഡിറ്റ് പർച്ചേസ്, ക്രെഡിറ്റ് സെയിൽ ആണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ലാൽ ട്രേഡേഴ്സ്. എങ്ങനെ ജേണൽ എൻട്രി വരാം? ട്രേഡേഴ്സ് അക്കൗണ്ട് അപ് ടു ക്യാഷ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ടു ലാൽ ട്രേഡേഴ്സ്. യെസ്, പർച്ചേസ് അക്കൗണ്ട് ടു ലാൽ ട്രേഡേഴ്സ്. അതെങ്ങനെ അങ്ങനെ വരുന്നത്? ലാൽ ട്രേഡേഴ്സിന് വന്നിട്ടില്ല, ക്യാഷ് കൊടുത്തിട്ടില്ല. നമ്മളിവിടെ ക്യാഷ് പർച്ചേസ് അല്ല, പക്ഷെ പർച്ചേസ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, പർച്ചേസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ലാൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സൺട്രി ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റർ എന്ന് പറയുന്നത് നമുക്ക് ക്യാഷ് തരാനില്ലാണ് അല്ലെ? ആണല്ലോ. അതെന്താണ്? നമ്മുടെ അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോ പർച്ചേസ് ലാൽ ട്രേഡേഴ്സ് എന്താണ്? സൺട്രി ക്രെഡിറ്റേഴ്സ്, നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളത് അല്ലെ? നമ്മുടെ ലാബിലിറ്റി ആണ്. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്.
അതുകൊണ്ടാണ് ലാൽ ട്രേഡേഴ്സിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തത്. ഓക്കെ, പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു ലാൽ ട്രേഡേഴ്സ്. പർച്ചേസും ക്രിയേറ്റ് ചെയ്യണം, ലാൽ ട്രേഡേഴ്സും കൊടുക്കണം. പർച്ചേസ് കൊടുക്കാം. പർച്ചേസ് ചെയ്താണ്ടത് പർച്ചേസ്. യെസ്, പർച്ചേസ്. ലാൽ ട്രേഡേഴ്സ്. ലാൽ ട്രേഡേഴ്സ് അണ്ടർ സൺട്രി ക്രെഡിറ്റർ. യെസ്, സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സോ? സൺട്രി ക്രെഡിറ്റേഴ്സ്. യെസ്, ഇവൻ സൺട്രി വരാൻ കാരണം എന്താ? സൺട്രി ക്രെഡിറ്റേഴ്സിന്റെ ടോട്ടൽ നമ്മൾ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നതാണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് പെയ്ഡ് ക്യാരേജ് ഇൻവാർഡ്. എന്താണ് ജനറൽ എൻട്രി വരെ? Carriage inward account up to cash. അക്കൗണ്ട് Yes. അപ്പ് ടു ക്യാഷ്. അപ്പൊ നമ്മള് ക്യാരേജ് ഇൻവാർഡ് ലെഡ്ജർ കൊടുക്കാം. ക്യാരേജ് ഇൻവാർഡ് ഏതാണ്? ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എക്സ്പെൻസ്? Direct expense. യെസ്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്യാരേജ് ഇൻവാർഡ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ്, ബോട്ട് ഓഫീസ് സ്റ്റേഷനറി ₹2,500 ഫ്രം ബിനാസ് സ്റ്റേഷനറീസ്. ഓഫീസ് സ്റ്റേഷനറി വാങ്ങിച്ചു എന്ന് പറയുന്നത് ബിനാസ് സ്റ്റേഷനറിന്റെ അടുത്ത് കടത്തിനാണ് കേട്ടോ. ജനറൽ എൻട്രി എന്താ വരാ? ഓഫീസ് സ്റ്റേഷനറി അക്കൗണ്ട് അറ്റർ ടു യെസ്, ഓഫീസ് സ്റ്റേഷനറി അക്കൗണ്ട് അറ്റർ ടു ബിനാസ് സ്റ്റേഷനറീസ്. ഓഫീസ് സ്റ്റേഷനറി ക്രിയേറ്റ് ചെയ്യാം. സ്റ്റേഷനറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസാ. യെസ്, നമ്മള് അവരുടെ നിന്ന് സാധനം വാങ്ങുമ്പോ നമുക്ക് അത് സൺട്രി ക്രെഡിറ്റ്. ബിനാസ് സ്റ്റേഷനറീസ് കൊടുക്കാം അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ്. നെക്സ്റ്റ്, സോൾഡ് ഗുഡ്സ് ടു നികേഷ്. ജനറൽ എൻട്രി എങ്ങനെ വരാം? Negation account up to sales. യെസ്, ക്യാഷ് സെയിൽ ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു സെയിൽസ് വരും. നികേഷ് ആയതുകൊണ്ട് നമുക്ക് ക്യാഷ് കിട്ടാനുള്ളതാണ്. സൺട്രി ഡെറ്റർ ആണ് അല്ലെ? ഡെറ്റർ ആണ് നികേഷ്. ഡെറ്റർ എന്താണ്? അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്. സെയിൽസ് എന്താണ്? ഇൻകാണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. നമ്മൾ സെയിൽസും കൊടുക്കണം, നികേഷും കൊടുക്കണം ലെഡ്ജേഴ്സ്. Negation sundry creditor. സൺട്രി ഡെറ്റർ. സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ട്, നികേഷ് അണ്ടർ സൺട്രി ഡെറ്റേഴ്സ്. Next, invoice received against visiting cards and bill book from Express Offset Press. Express Offset Pressന്റെ അടുത്ത് നമ്മൾ വിസിറ്റിംഗ് കാർഡ് ബിൽ ബുക്ക് ഒക്കെ പ്രിന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അത് കാണിക്കണം. ക്രെഡിറ്റ് ആണ് കേട്ടോ. അപ്പൊ പ്രിന്റിംഗ് എക്സ്പെൻസ് എന്ന് കൊടുക്കാം, ഡെബിറ്റ്. പ്രിന്റിംഗ് എക്സ്പെൻസ് അക്കൗണ്ട് അറ്റർ ടു എക്സ്പ്രസ് ഓഫ്സെറ്റ് പ്രസ് എന്ന് വരാം. അപ്പൊ കൊടുക്കുക പ്രിന്റിംഗ് എക്സ്പെൻസ്.
എങ്ങനെ മനസ്സിലായില്ല? അതായത് നമ്മുടെ വിസിറ്റിംഗ് കാർഡ് ബിൽ ബുക്ക് ഒക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പ്രസ് ഓഫ്സെറ്റിന്റെ അടുത്ത് കൊടുത്താണ്. അപ്പൊ കടത്തിനാണ് നിൽക്കുന്നത്. ക്യാഷ് ട്രാൻസാക്ഷൻ അല്ല, കടത്തിനാണ് നിൽക്കുന്നത്. ഓക്കെ, ഇൻവോയ്സ് കിട്ടിയെന്ന് പറയുന്നത്, ബില്ല് കിട്ടിയത്, ക്യാഷ് കൊടുത്തിട്ടില്ല. അപ്പം പ്രിന്റിംഗ് എക്സ്പെൻസ് അക്കൗണ്ട് അറ്റ് ടു എക്സ്പ്രസ് ഓഫ്സെറ്റ് പ്രസ് എന്നാണ് ജേർണൽ എൻട്രി വരാം. മനസ്സിലായോ? പ്രിന്റിംഗ് എക്സ്പെൻസ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസോ? ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ്. എക്സ്പ്രസ് ഓഫ്സെറ്റ് പ്രസ് അതൊരു ട്രാൻസാക്ഷൻ ആണ് കേട്ടോ, രണ്ടെണ്ണല്ലേ. ഇൻവോയ്സ് റിസീവ്ഡ് അഗൈൻസ്റ്റ് റിസിപ്റ്റ്. ഇൻവോയ്സ് റിസീവ്ഡ് അഗേൻസ്റ്റ് വിസിറ്റിംഗ് കാർഡ്സ് ആൻഡ് ബിൽ ബുക്ക് ഫ്രം എക്സ്പ്രസ് ഓഫ്സെറ്റ് പ്രസ്. അത് ഒരു ട്രാൻസാക്ഷൻ ആണ്. ട്രാൻസാക്ഷൻ എങ്ങനെയായിരുന്നു? ജേർണൽ എൻട്രി. ജേർണൽ എൻട്രി ആ. വരാം പ്രിന്റിംഗ് എക്സ്പെൻസ് അക്കൗണ്ട് അറ്റ് ടു എക്സ്പ്രസ് ഓഫ്സെറ്റ് പ്രസ്. എക്സ്പ്രസ് ഓഫ്സെറ്റ് പ്രസ് നമുക്ക് സൺഡ്രി ക്രെഡിറ്റർ അല്ലേ? യെസ്. നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ളവര് നമ്മളെ ക്രെഡിറ്ററും കിട്ടാനുള്ളത് ഡെപ്റ്ററും. ക്രെഡിറ്റർ എക്സ്പ്രസ് ഓഫ്സെറ്റ് പ്രസ്. സൺഡ്രി ക്രെഡിറ്റർ. നെക്സ്റ്റ് സോൾഡ് ഗുഡ്സ് ടു മുകേഷ്. പറഞ്ഞോ ജേർണൽ എൻട്രി പറ. മുകേഷ് അക്കൗണ്ട് അപ്പ് ടു സെയിൽസ്. നമ്മൾ മുകേഷ് ക്രിയേറ്റ് ചെയ്യുക, സെയിൽസ് ക്രിയേറ്റ് ചെയ്യേണ്ട, സെയിൽസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മുകേഷ് കൊടുക്കാം അണ്ടർ സൺഡ്രി സൺഡ്രി ഡെപ്റ്റേഴ്സ്. നെക്സ്റ്റ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കെഎം ട്രേഡേഴ്സ്. ജേർണൽ എൻട്രി പറഞ്ഞോ. പർച്ചേസ് അക്കൗണ്ട് അറ്റ് പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ട്രേഡേഴ്സ്. കെഎം ട്രേഡേഴ്സ്. നമ്മൾ ഏതാ ക്രിയേറ്റ് ചെയ്യേണ്ടത്? അണ്ടർ അതിന്റെ ഇടയിൽ കമ്മീഷൻ റിസീവ്ഡ് ഇല്ലേ? കമ്മീഷൻ റിസീവ്ഡ് ഉണ്ട് അല്ലേ. ഓക്കെ, കമ്മീഷൻ റിസീവ്ഡ് അണ്ടർ കമ്മീഷൻ റിസീവ്ഡ് ഏതായിരിക്കും? യെസ്, ഇൻഡയറക്റ്റ് ഇൻകം. ഇൻഡയറക്റ്റ് ഇൻകം അണ്ടർ കമ്മീഷൻ റിസീവ്ഡ് കൊടുക്കുക അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകംസ്. നെക്സ്റ്റ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കെഎം ട്രേഡേഴ്സ്. പർച്ചേസ് കൊടുക്കണോ ഇനി? വേണ്ട. ഓക്കെ, വേണ്ട, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ കെഎം ട്രേഡേഴ്സ് കൊടുക്കാം അണ്ടർ ഏതായിരിക്കും? സൺഡ്രി ക്രെഡിറ്റർ. സൺഡ്രി ക്രെഡിറ്റേഴ്സ്. നെക്സ്റ്റ് ബോട്ട് ഫർണിച്ചർ ഫ്രം ഫർണിച്ചർ മാർട്ട്. ഫർണിച്ചർ നമ്മൾ ഫർണിച്ചർ മാർട്ടിന്റെ അടുത്ത് നിന്ന് കടത്തിനാന്ന് വാങ്ങിച്ചത് കേട്ടോ. എങ്ങനെ ജേർണൽ എൻട്രി വരാം? എന്തായിരുന്നു? അക്കൗണ്ട് അറ്റ് ടു ഫർണിച്ചർ മാർട്ട്. യെസ്, ഫർണിച്ചർ അക്കൗണ്ട് അറ്റ് ടു ഫർണിച്ചർ മാർട്ട്. കെഎം ട്രേഡേഴ്സ് സൺഡ്രി ക്രെഡിറ്റേഴ്സ്. ഇനിയിപ്പോ നമ്മളെ ട്രാൻസാക്ഷൻ ബോട്ട് ഫർണിച്ചർ ഫ്രം ഫർണിച്ചർ മാർട്ട് ഓൺ ക്യാഷ് അല്ലെങ്കിൽ ഓൺ ക്യാഷ് എന്നാണെങ്കിൽ അല്ലെങ്കിൽ ബൈ ക്യാഷ് എന്നാണെങ്കിൽ ടു എങ്ങനെ ക്യാഷ്. കൊടുക്കണം? യെസ്, ഫർണിച്ചർ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. നമ്മൾ ക്രെഡിറ്റ് ആയതുകൊണ്ടാണ് ഫർണിച്ചർ അക്കൗണ്ട് അറ്റ് ടു ഫർണിച്ചർ മാർട്ടിന്. അപ്പൊ രണ്ടും ക്രിയേറ്റ് ചെയ്യാം. ഫർണിച്ചർ അക്കൗണ്ട് അറ്റ് ടു ഫർണിച്ചറും ഫർണിച്ചർ മാർട്ടും ക്രിയേറ്റ് ചെയ്യാം. ഫർണിച്ചർ ഏതാ?
Fixed യെസ് ഫിക്സഡ് അസറ്റ്. asset. ഫർണിച്ചർ മാർട്ട്, Creditors. Picture. സൺട്രി ക്രെഡിറ്റർ. നെക്സ്റ്റ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം റോയൽ ട്രേഡേഴ്സ്. ക്രെഡിറ്റ് പർച്ചേസ് ആണ്, ഇങ്ങനെ വരാം. Royal Traders. To Royal Traders. യെസ് പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു റോയൽ ട്രേഡേഴ്സ്. റോയൽ ട്രേഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അണ്ടർ Sundry credit. യെസ് സൺട്രി ക്രെഡിറ്റേഴ്സ്. Purchased goods from Royal Traders. Royal Traders is sundry creditors. റോയൽ ട്രേഡേഴ്സ് സൺട്രി ക്രെഡിറ്റേഴ്സ്. സോൾഡ് ഗുഡ്സ് ടു റാഫി ട്രേഡേഴ്സ്. Rafi Rafi Traders account up to sales account. sales Yes. account. യെസ് ക്രിയേറ്റ് ചെയ്യാം റാഫി ട്രേഡേഴ്സ്. റാഫി ട്രേഡേഴ്സ് അണ്ടർ Sundry debtor. Debtors. Sundry debtors. സൺട്രി ഡെപ്റ്റേഴ്സ്. നമ്മൾ സാധനങ്ങള് റാഫി ട്രേഡേഴ്സിന് കടത്തിന് വിറ്റു എന്ന് പറയുന്നത്. അപ്പൊ റാഫി ട്രേഡേഴ്സ് നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് തരണം, അതുകൊണ്ടാണ് ഡെറ്റർ എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്തായിരിക്കും? ഇൻട്രസ്റ്റ് റിസീവ്ഡ് അണ്ടർ Cash account up to interest received. അപ്പൊ നമ്മൾ Cash ഇൻട്രസ്റ്റ് account up to റിസീവ്ഡ് interest received. ഇൻട്രസ്റ്റ് റിസീവ്ഡ് അണ്ടർ എന്താ വരാം? Indirect. Indirect income. യെസ് ഇൻഡയറക്റ്റ് ഇൻകം. Indirect income ആണോ? യെസ് ഇൻഡയറക്റ്റ് ഇൻകം. ജെസിയിൽ എവിടെ ഇടക്ക് പോന്നെ? വൈഫൈ ആണ് മാം. ഇപ്പൊ കറണ്ട് പോയപ്പോ കട്ടായതാ. ഓക്കെ. നെക്സ്റ്റ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ജേർണൽ എൻട്രി. Cash account added to sale. Debtor to sales. ഓക്കെ. ഇതിൽ ഏതെങ്കിലും ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണോ? No. രണ്ടുണ്ട്. വേണ്ട, രണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ടാലിയിലുണ്ട് ക്യാഷ്, സെയിൽസ് നമ്മൾ ചെയ്തു. നെക്സ്റ്റ് ബോട്ട് കമ്പ്യൂട്ടർ ഫോർ ഓഫീസ് യൂസ് ഫ്രം സാൻസ് കമ്പ്യൂട്ടേഴ്സ്. നമ്മൾ കമ്പ്യൂട്ടർ ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് സാൻസ് കമ്പ്യൂട്ടേഴ്സിന്റെ അടുത്ത് നിന്ന് കമ്പ്യൂട്ടർ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഇങ്ങനെ ജനറൽ എൻട്രി വരാം. Computer Account യെസ് കമ്പ്യൂട്ടർ അക്കൗണ്ട് അറ്റ് ടു സാൻസ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ കമ്പ്യൂട്ടർ കൊടുക്കാം അണ്ടർ ഫിക്സഡ് അസറ്റ്. സാൻ കമ്പ്യൂട്ടേഴ്സ് കൊടുക്കാം Sundry creditors. യെസ് സൺട്രി ക്രെഡിറ്റേഴ്സ്. ലാസ്റ്റ് വിഡ്രോ ഗുഡ്സ് ഫോർ പേഴ്സണൽ യൂസ്. ഇങ്ങനെ ജേർണൽ എൻട്രി ഇടാം. Goods for personal use. Drawings. Cash account up to care. ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു cash. ക്യാഷ് ആണോ വരാം? ഗുഡ്സ് അല്ലേ എടുക്കുന്നേ? Purchase. അപ്പൊ നമ്മള് പർച്ചേസ് ആണ് കുറയാ അല്ലേ? നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങി വെച്ച സാധനമാണ് എടുക്കുന്നത്. നമ്മൾ പർച്ചേസ് കുറഞ്ഞായിട്ട് കാണിക്കണം. അപ്പൊ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു പർച്ചേസ് വരാം. Drawings account up to
യെസ്. അപ്പൊ നമ്മൾ ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഡ്രോയിങ്സ് പർച്ചേസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഡ്രോയിങ്സ് കൊടുക്കുക ഡ്രോയിങ്സ് അണ്ടർ. ക്യാപിറ്റലിന്റെ അണ്ടറാ? യെസ്, ഡ്രോയിങ്സ് അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട്. അതൊന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം. Withdraw goods for ജേർണൽ എൻട്രി വരുന്നതാ. അല്ല, അത് എന്താണ് മീനിങ് ചെയ്യുന്നത്? വിഡ്രോ ഗുഡ്സ് ഫോർ പേഴ്സണൽ യൂസ് എന്ന് പറയുന്നത് ഓണർ, ബിസിനസിന്റെ ഓണർ നമ്മള് വിൽക്കാൻ വെച്ച സ്റ്റോക്ക്, നമ്മൾ പർച്ചേസ് ചെയ്ത സ്റ്റോക്ക് ഉണ്ടല്ലോ അതിൽ നിന്നാണ് എടുക്കുന്നത്. ക്യാഷ് അല്ല എടുക്കുന്നത്. സ്റ്റോക്ക് വിൽക്കാൻ വെച്ച സാധനം, ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ വിൽക്കാൻ വെച്ച കമ്പ്യൂട്ടേഴ്സോ അല്ലെങ്കിൽ നമ്മളിപ്പോ ജസ്റ്റ് ഗ്രോസറി ഷോപ്പ് ആണെങ്കിൽ ഇപ്പം റൈസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓണർ പേഴ്സണൽ ആവശ്യത്തിന് വിഡ്രോ ചെയ്യാണ്. അപ്പൊ നമ്മള് ഡ്രോയിങ്സ് എന്നാണ് ഡെബിറ്റ് വരാം. ക്രെഡിറ്റ് ക്യാഷ് അല്ല എടുക്കുന്നത്, ഗുഡ്സ് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മളെ പർച്ചേസ് കുറഞ്ഞതായിട്ട് കാണിക്കണം. ഓക്കെ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് പർച്ചേസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ലെഡ്ജേഴ്സ് ചെയ്തു വെച്ചു അല്ലേ? ഡ്രോയിങ്സ് ഡ്രോയിങ് അക്കൗണ്ട് അല്ലേ? അണ്ടർ ഡ്രോയിങ്സ് അക്കൗണ്ട് അല്ല, അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട്. വേണേ ജസ്റ്റ് ഓൾട്ടർ എടുത്തിട്ട് നോക്കിക്കോ. ഓൾട്ടർ ലെഡ്ജേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ലെഡ്ജേഴ്സ് അക്കൗണ്ട് കാണാൻ പറ്റും. മിസ്, ഈ ലെഡ്ജേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ തന്നെ എഴുതണമെന്നൊന്നുമില്ലല്ലോ. ക്യാപിറ്റല് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ എഴുതണമെന്നുണ്ടോ? ടൈപ്പ് ചെയ്യണമെന്നുണ്ടോ? ഏത് ലെഡ്ജേഴ്സ്? നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത ലെഡ്ജേഴ്സ്. ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണമെന്ന് ചോദിച്ചാൽ. ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണോന്ന്? ആ. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഉം. ലെഡ്ജേഴ്സ് എവിടെയാ കാണാ? ലെഡ്ജേഴ്സ് നമുക്ക് നോക്കണമെങ്കിൽ അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗേറ്റ് വേ ഓഫ് ടാലി എടുക്കാം. ബാക്കിൽ പോയിട്ട് കേട്ടോ, എസ്കേപ്പ് അടിച്ച് ബാക്കിൽ വരാം. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരാം. അതിൽ ഓൾട്ടർ കാണാൻ പറ്റും, അതെടുക്കാം. അതിൽ ലെഡ്ജേഴ്സ് എടുക്കാം. ഇത്രയും ലെഡ്ജേഴ്സ് നമ്മൾ ചെയ്ത് വെച്ചത് കാണാൻ പറ്റും. പിന്നെ ഇല്ലേ, ഓഫീസ് സ്റ്റേഷനറി ഫിക്സഡ് അസറ്റ് ആണോ? ഓഫീസ് സ്റ്റേഷനറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണല്ലേ? ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് കാലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങി വെക്കുന്ന അസറ്റ്സ് ആണ് ഫിക്സഡ് അസറ്റ്സ് കേട്ടോ. സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ നമ്മൾ ബിസിനസിന്റെ ആവശ്യത്തിന് യൂസ് ചെയ്യുന്നില്ലേ, മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് എക്സ്പെൻസ് ആയിട്ട് വരാം. ഇപ്പൊ നമ്മൾ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഏതിലാ ചെയ്യേണ്ടത് ഇനി ട്രാൻസാക്ഷൻസ്? ഈ വൗച്ചർ. വൗച്ചേഴ്സ്. വൗച്ചേഴ്സ് എടുത്ത് ചെയ്യാം. സിമ്പിൾ അല്ലേ? ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഇനി നമ്മൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ എടുക്കാം. ക്യാപിറ്റൽ കൊണ്ടിരുന്നാണ് അല്ലേ? ഏതിലാ നമ്മൾ ചെയ്യാൻ പഠിച്ചത്? വൗച്ചർ ടൈപ്പ് റെസീറ്റ് ആണോ പേയ്മെന്റ് ആണോ ഏതാണ്? പേയ്മെന്റ് അല്ല, ക്യാപിറ്റൽ കൊണ്ടിരുന്നത് റെസീറ്റ് ആണ് പഠിച്ചത്. ഓക്കെ, ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നതൊക്കെ റെസീറ്റ് ചെയ്യണം. ക്യാഷ് ബിസിനസ്സിന് പോകുന്നത് പേയ്മെന്റിൽ ചെയ്യണം. ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് ക്യാഷ് ആയിട്ടും ബാങ്ക് ഡെപ്പോസിറ്റ് ആയിട്ട് കൊണ്ടിരുന്നതാണ്. അപ്പൊ റെസീറ്റ് എടുത്ത് ചെയ്യാം. F6 റെസീറ്റ് എടുക്കാം. ഇതൊരു ജേർണൽ എൻട്രി വരാം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 5 lakh, ബാങ്ക് HDFC 5 lakh ടു ക്യാപിറ്റൽ 10 lakh. ഇങ്ങനെയാണ് ജേർണൽ എൻട്രി വരാം. 2 ഡെബിറ്റ് ഉണ്ട്, ക്യാഷും ബാങ്കും. ക്രെഡിറ്റ് ടോട്ടൽ ക്യാപിറ്റൽ 10 lakh അങ്ങനെ കൊടുക്കണം. ആദ്യം ഇവിടെ ക്രെഡിറ്റ് ചോദിക്കുന്നത്. ക്യാപിറ്റൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ 10 lakh ക്യാപിറ്റൽ എമൗണ്ട് കൊടുക്കുക. എൻട്രി അടിക്കുക. ഡെബിറ്റിന്റെ അവിടെ വരും, ഒന്നുകൂടെ എൻട്രി അടിക്കുക. ക്യാഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ചെയ്യുന്നത് നോക്കണേ, എന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ക്യാഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ അപ്പം 10 lakh ആണ് കാണിക്കുക. അവിടെ നമ്മൾ 5 lakh ആക്കി കൊടുക്കുക. 5 lakh കൊടുക്കുക. എൻട്രി അടിക്കുക. ഒന്നുകൂടെ എൻട്രി അടിക്കുക. ബാങ്ക് HDFC സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കി ഇവിടെ 5 lakh വരും. ഓക്കെ, ഇങ്ങനെയാണ് ജേർണൽ എൻട്രി കൊടുക്കേണ്ടത് കേട്ടോ. ചെയ്തോ. പിന്നെ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പം ജസ്റ്റ് പഠിക്കാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണ് ഡേറ്റ് കാര്യമാക്കാത്തത്. ഇവിടെ നമുക്ക് ഡേറ്റ് ഒന്നും തരുന്നില്ല ട്രാൻസാക്ഷനിൽ. അതുകൊണ്ടാണ് ഡേറ്റ് ഒന്നും ഞാൻ ഇവിടെ ചേഞ്ച് ആക്കി കൊടുക്കാത്തത്. നിങ്ങൾ ഇപ്പൊ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ വൗച്ചറിന്റെ ഡേറ്റ്, ഇപ്പം ക്യാപിറ്റൽ കൊണ്ടിരുന്ന ഡേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഡേറ്റ്. ആ വൗച്ചർ ഡേറ്റ് എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇപ്പം ഒരു 25 ഏപ്രിലിനാണ്
ക്യാപിറ്റൽ കൊണ്ടുവരുന്നെങ്കിൽ നമ്മൾ 25 ഏപ്രിൽ ഇവിടെ കൊടുക്കണം കേട്ടോ, വൗച്ചർ ഡേറ്റ്. എന്നിട്ട് എവിടെയാന്ന്? ട്രാൻസാക്ഷൻസ് ചെയ്യാം. ഇവിടെ കണ്ടോ ആ ഡേറ്റ്, അല്ലെങ്കിൽ F2 എടുത്താൽ മതി. ഓക്കെ, അവിടെ വൗച്ചർ ഡേറ്റ് കൊടുത്തതിന് ശേഷം ട്രാൻസാക്ഷൻസ് ചെയ്യാം, എന്നിട്ട് സേവ് ചെയ്യാം. പിന്നെ നമുക്ക് ഇനി അങ്ങോട്ട് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ചില പ്രോബ്ലം ഒക്കെ കുറച്ച് അധികം ലെങ്ത് കൂടുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടൈം അധികമായിട്ട് വരും കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ പോരാണ്ട് വരും, 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പോകും കേട്ടോ ക്ലാസ്. ഇത് ചെയ്തില്ലേ? ആ ഇത് സേവ് ചെയ്യാം. കൺട്രോൾ എയ്ഡ്സ് സേവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എൻട്രേഡ്സ് സേവ് ചെയ്താലും മതി. എല്ലാവരും ചെയ്തല്ലോ? രണ്ടാമത്തെ ബാങ്ക് ബാങ്ക് HDFC. HDFC. നെക്സ്റ്റ് പെയ്ഡ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഫോർ റൂം സ്പേസ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. ക്യാഷ് അങ്ങോട്ട് പോകുന്നതാണ് ബിസിനസ് അല്ലേ? പേയ്മെന്റ്. നമ്മൾ പേയ്മെന്റ് എടുത്ത് ചെയ്യാം. F5 പേയ്മെന്റ് എടുക്കാം. സെക്യൂരിറ്റി ഡെപ്പോസിറ്റിനെ ഡെബിറ്റ് ചെയ്യാം 25,000. ക്രെഡിറ്റ് ക്യാഷ്. സേവ് ചെയ്യാം. നമ്മള് എപ്പോഴും ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിലെ ഡേറ്റ് ഒന്നും തരാത്തതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഡേറ്റ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത്. എഡ്യൂക്കേഷൻ വേർഷൻ ആയതുകൊണ്ട് ഡേറ്റും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എല്ലാത്ത സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ ഡേറ്റ്, വൗച്ചർ ഡേറ്റ് ഇവിടെ കൊടുക്കണം കേട്ടോ. നിങ്ങൾ വിട്ടുപോകരുത്. ക്യാഷ് അല്ലേ ക്രെഡിറ്റ്? ക്രെഡിറ്റ് ക്യാഷ്. നെക്സ്റ്റ് സൺട്രി എക്സ്പെൻസ്. സൺട്രി എക്സ്പെൻസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. ഏതിലാ ചെയ്യാം? പേയ്മെന്റില്. യെസ്. പേയ്മെന്റ് ജേണൽ എൻട്രി വരാം. എങ്ങനെ ജേണൽ എൻട്രി വരാം? സൺട്രി എക്സ്പെൻസ് ഡെപ്റ്റ് ടു ക്യാഷ്. സൺട്രി എക്സ്പെൻസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് 48,000. സോറി 4,800. ചെയ്തോ? യെസ്. ആ ഇനി നെക്സ്റ്റ് നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ലാൽ ട്രേഡേഴ്സ്. ലാൽ ട്രേഡേഴ്സിന് നമ്മളടുത്ത് ലാൽ ട്രേഡേഴ്സിന് അടുത്ത് നമ്മൾ കടത്തിന് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോ ഇവിടെ ജേണൽ എൻട്രി വരാം. പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു ലാൽ ട്രേഡേഴ്സ് ആണ്. ഇവിടെ ക്യാഷോ അല്ലെങ്കിൽ ബാങ്കോ ഡെബിറ്റും ചെയ്തിട്ടില്ല, ക്രെഡിറ്റും ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ വരുന്ന സമയത്താണ് നമ്മൾ F7 ജേണൽ യൂസ് ചെയ്യാം. ഓക്കെ, F7 ജേണൽ. F7 ജേണൽ എന്തിനാണ് യൂസ് ചെയ്യാന്ന് ആരെങ്കിലും ചോദിച്ചാൽ എങ്ങനെ പറയും? ക്രെഡിറ്റിന് ക്യാഷ് ഓർ ബാങ്ക് ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്യാത്ത സാഹചര്യത്തിലാണ് നമ്മൾ F7 ജേണൽ യൂസ് ചെയ്ത് ചെയ്യാം. അത് വരെ കൂടുതലും ക്രെഡിറ്റ് പർച്ചേസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽ ആയിരിക്കും. മനസ്സിലായല്ലോ? ക്രെഡിറ്റ് സെയിലും ക്രെഡിറ്റ് പർച്ചേസും എല്ലാതും ജേണലിലാണ് ചെയ്യാന്ന്. അല്ല, ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിലും എല്ലാം ജേണലിലല്ല ചെയ്യാം. നമ്മൾ ഇപ്പൊ F7 ജേണൽ വൗച്ചർ ടൈപ്പ് എന്തിനാണ് യൂസ് ചെയ്യാന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ കറക്റ്റ് മീനിങ് എങ്ങനെ പറയാം? അതായത് ട്രാൻസാക്ഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ജേണൽ എൻട്രിയിൽ ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിനെ നമ്മൾ ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്യാത്ത സാഹചര്യത്തിലാണ് F7 ജേണൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ ചോദിച്ച ക്രെഡിറ്റ് അതും ഇതും ഒരേ മീനിങ് അല്ലേ വരുന്നത്? അതായത് ക്രെഡിറ്റിന് പർച്ചേസോ സെയിലോ ചെയ്യുമ്പോഴല്ലേ ക്യാഷും ബാങ്കും അല്ലാതെ വരുന്നത്? അത് അങ്ങനെ എന്തുകൊണ്ടാണ് ഞാൻ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും F8 F9 കണ്ടോ, ഇവിടെയും നമുക്ക് പർച്ചേസും സെയിൽസും ചെയ്യാം.
ഞാൻ പറഞ്ഞു ഗുഡ്സ് ഡീറ്റെയിൽസ്, അതായത് ക്വാണ്ടിറ്റി റേറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഗുഡ്സിന്റെ നമ്മൾ ഇവിടെ ചെയ്യും. ഇവിടെയും നമുക്ക് ക്രെഡിറ്റ് സെയിൽ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം അതപ്പോ F7 നമ്മൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിന് നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ വരുന്ന സമയത്ത് F7 ആണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ ഇപ്പം പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ലാൽ ട്രേഡേഴ്സ്, പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ലാൽ ട്രേഡേഴ്സ് എന്ന് പറയാം. ഇവിടെ ക്യാഷോ ബാങ്കോ ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ F7 ജേണൽ എടുത്ത് ചെയ്യാം. മനസ്സിലായല്ലോ? ഇത് അപ്പൊ നമുക്ക് നമുക്കിനിപ്പോ ചെയ്തൂടെ? F9 പർച്ചേസ് ചെയ്യാൻ F9 പറ്റൂലേ? പർച്ചേസിൽ ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ ഇതിൽ ചെയ്യലാണ് കുറച്ചുകൂടെ സൗകര്യം കേട്ടോ. ഇതിൽ ചെയ്താൽ മതി. അങ്ങനെ പഠിച്ചു പോകലാണ് നിങ്ങൾക്ക് എളുപ്പം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. F80 F9 ചെയ്യാൻ നമുക്ക് ഒരുപാട് പ്രോബ്ലം വരുന്നുണ്ട്. അത് അന്നേരം ചെയ്യാം, ഇപ്പം ചെയ്യണ്ട കേട്ടോ. ഇപ്പൊ ഞാൻ ഒന്നും പറയുന്ന കൂടി ആ ഒന്ന് ഒരു പറയോ? മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ F7 കുറച്ചുകൂടെ സിമ്പിൾ എപ്പോഴാ ആയിരിക്കും. ചെയ്യാ? അതായിട്ടില്ല, ഇപ്പൊ നിങ്ങൾ അത് നോക്കണ്ട. F7 F7 വരുന്നത് F7. ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിന് നമ്മൾ ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്യാത്ത സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ ഈ ക്രെഡിറ്റ് പർച്ചേസ് ഞാൻ പറഞ്ഞു, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ലാൽ ട്രേഡേഴ്സ്, പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ലാൽ ട്രേഡേഴ്സ് എന്നാ വരാം അല്ലെ. നമ്മളിവിടെ ക്യാഷിനോ ബാങ്കിനോ ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്തിട്ടില്ല. പിന്നെ അതുപോലത്തെ വേറൊരു എക്സാമ്പിൾ, സോൾഡ് ഗുഡ്സ് ടു നികേഷ്, നികേഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് എന്ന ജേണൽ എൻട്രി വരാം. ഇവിടെയും എന്ത് വന്നില്ല? ക്യാഷും ബാങ്കും വന്നില്ല. മനസ്സിലായോ? ഓക്കെ. ബാങ്ക് വരുന്ന സാഹചര്യം എങ്ങനെയാണ്? ഇപ്പൊ നമ്മള് സോൾഡ് ഗുഡ്സ് ടു നികേഷ്, ഓക്കെ, എന്നിട്ട് നമ്മള് എന്ത് ചെക്ക് കൊടുത്തു അല്ലെ, ചെക്ക് കിട്ടി എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ജേണൽ HDFC ബാങ്കിന്റെ ചെക്ക് കിട്ടി, നമ്മൾ നികേഷിന് ഗുഡ്സ് വിറ്റിട്ട് നമുക്ക് HDFC ബാങ്കിന്റെ ചെക്ക് കിട്ടി. അപ്പൊ ജേണൽ എൻട്രി വരാം HDFC ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു നികേഷ് എന്നാ വരാം. ക്യാഷ് ആണ് കിട്ടുന്നതെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു നികേഷ്, ഉം. സോറി ആണ് അല്ലേ? നികേഷിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന സമയത്ത്. അല്ലെങ്കിൽ ഇപ്പൊ സെയിൽസ് സോൾഡ് ഗുഡ്സ് ടു നികേഷ് ബൈ ക്യാഷ് അല്ലെങ്കിൽ ചെക്ക് കിട്ടുന്ന വിചാരിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ ജേണൽ എൻട്രി വരാം? HDFC ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് എന്നാ വരാം. അവിടെ നമ്മൾ ബാങ്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു ഇല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യൂല. മനസ്സിലായോ? ആകെ കൺഫ്യൂഷൻ. അപ്പൊ ഇവിടെ ചെയ്യാം. നമ്മൾ റെസീറ്റിൽ ചെയ്യും. ഓക്കെ. ക്യാഷ് സെയിൽ അല്ലെങ്കിൽ ചെക്ക് കിട്ടുന്നു, നമ്മൾ ഗുഡ്സ് വിറ്റു, നമുക്ക് ചെക്കായിട്ട് കസ്റ്റമർ തന്നു, അപ്പോഴും നമ്മൾ എന്തിനു ചെയ്യും? റെസീറ്റിൽ ചെയ്യും. ക്യാഷ് കിട്ടുമ്പോഴും ചെക്ക് കിട്ടുമ്പോഴും റെസീറ്റിൽ ചെയ്യും. ഇനിയിപ്പോ ക്യാഷ് കൊടുക്കുന്നത് ചെക്ക് കൊടുക്കുന്നത്, ഓക്കെ, നമ്മൾ പർച്ചേസ് ചെയ്തു സാധനം, ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ ചെക്ക് കൊടുത്തിട്ട് സാധനം വാങ്ങിച്ചു, അപ്പൊ നമ്മൾ ഏതിൽ ചെയ്യും? പേയ്മെന്റിൽ ചെയ്യും. ഇതിപ്പോ ഇത് രണ്ടും അല്ലാത്ത സാഹചര്യം ഉണ്ടാവല്ലോ, ക്രെഡിറ്റ് പർച്ചേസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിലാണ് കൂടുതൽ വരാം. അപ്പൊ നമ്മൾ ഡെബിറ്റ് ക്യാഷിനെയോ ബാങ്കിനോ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ക്രെഡിറ്റും ചെയ്യുന്നില്ല. ഇവിടെ വരാം നമ്മൾ ട്രാൻസാക്ഷൻ വെച്ചിട്ട് നോക്കുക, പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ലാൽ ട്രേഡേഴ്സ് എന്നാ വരാം. നമ്മൾ ജേണൽ എടുത്ത് ചെയ്യാം. പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു നെയിം ഓഫ് ഐറ്റം ചോദിക്കും. ഇവിടെ നമുക്ക് നെയിം ഓഫ് ഐറ്റം ഒന്നും കൊടുക്കാനില്ല, ജസ്റ്റ് എമൗണ്ട് കൊടുക്കാം 1,50,000. ക്രെഡിറ്റ് ലാൽ ട്രേഡേഴ്സ്. ഇതേ ട്രാൻസാക്ഷൻ ഇവിടെ ഡെബിറ്റ് ക്യാഷ് ആണെങ്കിലോ, സോറി ക്രെഡിറ്റ് ക്യാഷ് ആണെങ്കിലോ ഏതിൽ ചെയ്യും? ഏതിൽ ചെയ്യാം? പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ആണെങ്കിൽ പേയ്മെന്റ് ചെയ്യും. മനസ്സിലായോ? ക്യാഷ് വരാത്തോണ്ടാണ് ജേണൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ജേണൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ പറയുമ്പോൾ അവിടെ ക്യാഷും ബാങ്കും വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഏതിൽ ചെയ്തോളാം? ജേണൽ എടുത്ത് ചെയ്തോളാം കേട്ടോ. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. സോൾഡ് ഗുഡ്സ് ടു റാഫി ട്രേഡേഴ്സ്, ജേണൽ എൻട്രി വരാം. ഇങ്ങനെ വരാം, അക്കൗണ്ട് അറ്റ് ടു സെയിൽ. റാഫി ട്രേഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ്. ഏതിൽ ചെയ്യും? റെസിപ്റ്റിലാണോ ചെയ്യാം? അവിടെ എവിടെയാണ് ബാങ്കും ക്യാഷും ഉള്ളത്? ഇല്ലല്ലോ. നമ്മൾ ഏതിൽ അപ്പൊ ചെയ്യാം? ജേണലില് ജേണൽ. ക്രെഡിറ്റ്. യെസ്, ഓക്കെ. ഇത്രേ ഉള്ളൂ. ഇത്ര മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇതിൽ വേറെ മെയിൻ ആയിട്ട് ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ ആരെങ്കിലും ജേണൽ F7 ജേണൽ വൗച്ചർ ടൈപ്പ് എന്തിനാ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാം ക്യാഷോ ബാങ്കോ ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്യാത്ത സാഹചര്യത്തിലാണ് നമ്മൾ F7 ജേണൽ യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് പറയേണ്ടത്.
നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ F8 F9 ചോദിക്കും. ഓക്കെ, ഇതിന് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ആ ഒരു മീനിങ് പറയാത്തത്. ഇപ്പൊ പർച്ചേസ് അക്കൗണ്ട് അറ്റ ടു ലാൻഡ് ട്രേഡേഴ്സ് കൊടുക്കുക, സേവ് ചെയ്യാം. പെയ്ഡ് ക്യാരേജ് ഇൻവാർഡ് ഏതിൽ ചെയ്യാം? എക്സ്പെൻസ് പേയ്മെന്റില് F5 പേയ്മെന്റ്. ക്യാരേജ് ഇൻവാർഡ് അക്കൗണ്ട് അറ്റ ടു ക്യാഷ് 1500. എമൗണ്ട് എത്ര കഴിഞ്ഞ ക്യാരേജ് ഇൻവാർഡ് അക്കൗണ്ട് അറ്റ ടു ക്യാഷ്. തെറ്റിക്കാൻ ചെയ്യണേ ലാസ്റ്റ് എനിക്ക് റിപ്പോർട്ട് അയച്ചു കേട്ടോ. Okay. നെക്സ്റ്റ് ഓഫീസ് സ്റ്റേഷനറി Office. ഫ്രം ബോട്ട് ഓഫീസ് സ്റ്റേഷനറി ഫ്രം ബിനാ സ്റ്റേഷനറീസ്. ജേണൽ എൻട്രി ജേണൽ Office stationery conduct office. ബീന സ്റ്റേഷനറി ഏതിലാ ചെയ്യാ? F7 ജേണലില് യെസ്, F7 ജേണൽ. ഇവിടെ നമ്മൾ ബാങ്കിനോ ക്യാഷിനോ ക്രെഡിറ്റോ ഡെബിറ്റോ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ജേണൽ ചെയ്തത്. നെക്സ്റ്റ് സോൾഡ് ഗുഡ്സ് ടു നികേഷ്. ജേണൽ എൻട്രി അക്കൗണ്ട് അപ് ടു നികേഷ് സെയിൽസ് ഏതിൽ ചെയ്യും? ജേണൽ യെസ്, F7 ജേണൽ. ഇവിടെ ഇപ്പൊ നമ്മള് സോൾഡ് ഗുഡ്സ് ടു നികേഷ് എന്ന് മാത്രം തന്നാണ്. ഇപ്പൊ നമ്മള് സോൾഡ് ഒരു 5 നമ്പർ TV അറ്റ് ദ റേറ്റ് ഓഫ് 15,000 അങ്ങനെയാണ് തന്നെന്ന് വിചാരിക്കാം. ക്വാണ്ടിറ്റി റേറ്റ് ഒക്കെ ഉള്ളതാണ് തന്നെങ്കിൽ നമ്മൾ അന്നേരമാണ് ഈ F8 സെയിൽസ് അതുപോലെ തന്നെ F9 പർച്ചേസ് എടുത്തിട്ട് ചെയ്യാം. ഇവിടെ ഐറ്റം നെയിമും കൊടുത്ത് ക്വാണ്ടിറ്റി റേറ്റ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യാം. ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അപ്പൊ നോക്കിയാൽ മതി. ജസ്റ്റ് ഇതിൽ ചെയ്യാം. നെക്സ്റ്റ് ഇൻവോയ്സ് റിസീവ്ഡ് അഗൈൻസ്റ്റ് വിസിറ്റിംഗ് കാർഡ്സ് ആൻഡ് അല്ല ബിൽ ബുക്ക് ഫ്രം അല്ല മാം, എക്സ്പ്രസ് ഒരു ഓഫീസേഴ്സ്. ഡൗട്ട്. നമ്മള് നികേഷിന്റെ ഇത് ചെയ്തില്ലേ, അതിലെന്താ മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് കാണിക്കണം? അമൗണ്ട് എവിടെ? അടിച്ചപ്പോ ഡെപ്റ്ററില് നികേഷിന് അടിച്ച് പിന്നെ എമൗണ്ട് അടിച്ചതിന് ശേഷം എൻട്രി അടിച്ചപ്പോ മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ബോക്സ്. ഇതോ ആ ഈ അതന്നെ. ബോക്സ് ആണോ? ഈ ബോക്സ് ആ ആണോ? അതെ. ആ ഇത് നമ്മൾ ജസ്റ്റ് ബില്ലിന്റെ ഒക്കെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ്. പാർട്ടി നെയിം അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റ്. ഇതിപ്പോ ആവശ്യമില്ല കേട്ടാ. ഓക്കെ. ഇപ്പൊ ജസ്റ്റ് ഓൺ അക്കൗണ്ടിൽ തന്നെ കൊടുത്താൽ മതി, അത് എൻട്രി അടിച്ച് കൊടുത്താൽ മതി കേട്ടാ. ഇപ്പൊ ആവശ്യമില്ല, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആവശ്യമുണ്ടാവും. ഇപ്പൊ ആവശ്യമില്ല, ഇപ്പൊ അത് വിട്ടേ. നെക്സ്റ്റ് ജേണൽ എൻട്രി വരാം. പ്രിന്റിംഗ് എക്സ്പെൻസ് അക്കൗണ്ട് അറ്റ ടു എക്സ്പ്രസ് ഓഫ്സെറ്റ് പ്രസ് ഏതെല്ലാം ചെയ്യാം? പേയ്മെന്റില് പേയ്മെന്റ് ആണോ?
ജേണല് ജേണല്ല ചെയ്യാം. അവിടെ പേയ്മെന്റിൽ ചെയ്യാൻ നമുക്ക് ക്യാഷ് ഇല്ലല്ലോ. ഇവിടെ ഇപ്പൊ നമ്മൾ പേയ്മെന്റ് എടുത്ത് ചെയ്തെന്ന് വിചാരിക്കും നോക്കിക്കോ. പേയ്മെന്റിൽ നമ്മൾ പ്രിന്റിംഗ് എക്സ്പെൻസ് എന്ന് കൊടുത്തു. ഓക്കെ, പ്രിന്റിംഗ് എക്സ്പെൻസ് എത്രയാണ് എമൗണ്ട്? 4800. എക്സ്പ്രസ് ഓഫ്സെറ്റ് പ്രസ് ഇങ്ങനെ കൊടുത്തെന്ന് വിചാരിക്കാം. ഇത് സേവ് ആവൂല. നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് എന്ത് പറയുന്നുണ്ട്? നോ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റഡ്. മനസ്സിലായില്ലേ? ആ പേയ്മെന്റിൽ റെസീറ്റും ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ക്യാഷിന് നമ്മൾ ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്യണം. ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ വരുന്ന സമയത്ത് ഇത് പേയ്മെന്റുള്ള റെസീറ്റിൽ ചെയ്യാൻ പറ്റൂല, സേവ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ F7 ജേണൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ചെയ്തോ. പിന്നെ എക്സ്പെൻസ് അക്കൗണ്ട് ടു എക്സ്പ്രസ് ഓഫ്സെറ്റ് പ്ലസ്. നെക്സ്റ്റ് സോൾഡ് കുഡ്സ് ടു മുകേഷ്. എന്താണ് ജേണൽ വരാം? മുകേഷ് കോണ്ടക്ട് യെസ്. ഏതിലാണ് ചെയ്യാ? ജേണൽ തന്നെ. യെസ്. മുകേഷ് അക്കൗണ്ട് ടു സെയിൽസ് 90,000. ഓൺ അക്കൗണ്ട് തന്നെ കൊടുക്കാം. ഇതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യാനുണ്ട്. ഡ്യൂ ഡേറ്റും പിന്നെ ക്രെഡിറ്റ് പീരീഡ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്, അന്നേരം ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ ഒന്നും നമ്മൾ ക്വസ്റ്റ്യനിലൊന്നും തരാത്തതുകൊണ്ടാണ് ഇതൊന്നും കൊടുക്കാത്തത്. ജസ്റ്റ് ഓൺ അക്കൗണ്ടിൽ തന്നെ കൊടുത്ത് എൻട്രി അടിക്കും. നെയിം ഓഫ് ഐറ്റം ജസ്റ്റ് എൻട്രി അടിച്ച് വിടാം, സേവ് ചെയ്യാം. മുകേഷ് അക്കൗണ്ട് അപ് ടു സെയിൽ. സെയിൽസ്. ഇതിലുള്ള ലെഡ്ജർ നമ്മൾ അധികം ഉണ്ടാക്കിയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അധികം എന്തോ അറിയാതായി പോയതാണ്, അത് ഡിലീറ്റ് ആക്കണോ? ഏതാണ്, ഏത് ലെഡ്ജറാ അധികം കൊടുത്തേ? ഇല്ല, അത് സെയിൽസ് കഴിഞ്ഞിട്ട് എന്തോ ഒരു SAL എന്ന് പറഞ്ഞാണ്ട് ഒരു ലെഡ്ജർ അക്കൗണ്ടും കൂടി ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അതവിടെ കിടന്നോട്ടെ, അതിലൊന്നും കൊടുക്കാണ്ടെന്നാൽ. നെക്സ്റ്റ് എന്താ? കമ്മീഷൻ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് കമ്മീഷൻ റിസീവ്ഡ് അല്ലേ? ഏതിൽ ചെയ്യാം? റെസീറ്റിലാണോ? യെസ്, റെസീറ്റ്. ഡെബിറ്റ് ക്യാഷും ക്രെഡിറ്റ് കമ്മീഷൻ റിസീവ്ഡ്. ക്രെഡിറ്റ് ആദ്യം ചോദിക്കുന്നത് കൊടുക്കുക. Commissions. Images. നെക്സ്റ്റ് പർച്ചേസ് ഗുഡ്സ് ഫ്രം ക്യാം ട്രേഡേഴ്സ്. പർച്ചേസ് അക്കൗണ്ട് Journal ടു യെസ് ജേണൽ ചെയ്യാം. പർച്ചേസ് അക്കൗണ്ട് ടു ക്യാം ട്രേഡേഴ്സ് ആയിരുന്നു. ഇവിടെ ലാൽ ട്രേഡേഴ്സ് സെലക്ട് ആയി വരുന്നുണ്ടെങ്കിൽ ക്യാം ട്രേഡേഴ്സിന് അടിച്ചു കൊടുത്തിട്ട് സെലക്ട് ചെയ്താൽ മതി.
നെക്സ്റ്റ് ബോർഡ് ഫർണിച്ചർ ഫ്രം ഫർണിച്ചർ മാർട്ട്. ഫർണിച്ചർ അക്കൗണ്ടന്റ് ടു ഫർണിച്ചർ മാർട്ട് ഏതിലാ ചെയ്യാ? ജേണൽ ജേണൽ തന്നെ. ഫർണിച്ചർ അക്കൗണ്ടന്റ് ടു ഫർണിച്ചർ മാർട്ട് 15,000. നെക്സ്റ്റ് പർച്ചേസ് അക്കൗണ്ട് ഡോക്ടർ ടു റോയൽ ട്രേഡേഴ്സ് ജേണൽ തന്നെ. ഏതിലാ ചെയ്യാ? ജേണൽ യെസ്. ഏതാ? നെക്സ്റ്റ് റാഫി ട്രേഡേഴ്സ് അക്കൗണ്ടന്റ് ടു സെയിൽസ്. സെയിം ജേണലാണ്. എങ്ങനെ സോൾഡ് ഗുഡ്സ് ടു റാഫി ട്രേഡേഴ്സ്. അപ്പൊ യെസ്. റാഫി ട്രേഡേഴ്സ് റാഫി അക്കൗണ്ടന്റ് ടു സെയിൽസ് ഏതിലാ ചെയ്യാ? അല്ലല്ലേ ജേണലില് യെസ്. റാഫി റാഫി ട്രേഡേഴ്സ് അക്കൗണ്ടന്റ് ടു സെയിൽസ് അക്കൗണ്ട്. യെസ് സെയിൽസ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഏതിലാ? റെസീറ്റില ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടന്റ് ടു ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ക്രെഡിറ്റ് ആദ്യം റെസീപ്റ്റ് കൊടുക്കാം. പേയ്മെന്റ് വരുമ്പം പിന്നെ ഫസ്റ്റ് ക്രെഡിറ്റിന്റെ ഇതാ വരുന്നത്. ക്രെഡിറ്റ് ആദ്യം ഇൻട്രസ്റ്റ് റിസീവ്ഡ് കൊടുത്താൽ മതി. നെക്സ്റ്റ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ഏതിലാ ചെയ്യാ? റെസിപ്റ്റ് ഇല്ല. യെസ് റെസീറ്റ്. സെയിൽസ് ആദ്യം നമ്മൾ ക്രെഡിറ്റ് ചെയ്യാം. ജേണൽ എൻട്രി വരെ ക്യാഷ് അക്കൗണ്ടന്റ് ടു സെയിൽസ് എന്നാണ്. ഇവിടെ റെസീറ്റിൽ ക്രെഡിറ്റ് ആണ് ആദ്യം ചോദിക്കുക. അതുകൊണ്ടാണ് ക്രെഡിറ്റ് ഫസ്റ്റ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ബോട്ട് കമ്പ്യൂട്ടർ ഫോർ ഓഫീസ് ജേണലില് യൂസ് ഫ്രം യെസ് ഏതിലാ ചെയ്യാ? ജേണലില് യെസ് ജേണൽ. കമ്പ്യൂട്ടർ അക്കൗണ്ടന്റ് ടു
Sun computer. Sun computers. Last, drawings accounted to Cap. പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ആണ്. ഡ്രോയിങ്സ് ചെയ്യലോ വരാ പേയ്മെന്റിലാണോ? പേയ്മെന്റിലാണോ? മിസ്സേ മിസ് പോയി. കാണുന്നില്ല ഇപ്പൊ? കാണുന്നു. കാണുന്നുണ്ടോ സ്ക്രീന്? യെസ്. അത് കറണ്ട് പോയതാ പെട്ടെന്ന്. ഓക്കെ, ഇപ്പൊ നമ്മള് ലാസ്റ്റത്തെ ജേർണൽ എൻട്രി എന്താ വരാ? ഡ്രോയിങ്സ് ഡ്രോയിങ്സ് അക്കൗണ്ട്. അക്കൗണ്ട് അപ് ടു പർച്ചേസ്. പർച്ചേസ്. പർച്ചേസ് അല്ലേ? ഓക്കെ, ഉം. ഇത് ഏതിലെ വരാ? പേയ്മെന്റാ? ഇതിലാണ് ഈ ഒരു ട്രാൻസാക്ഷൻ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. നിങ്ങൾ നേരത്തെ ചോദിച്ചില്ലേ മിസ് ക്രെഡിറ്റ് പർച്ചേസ് ആണോ, ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിലും ആണോ ജേർണലിൽ ചെയ്യാന്ന്? ഇത് ഇവിടെ ക്രെഡിറ്റ് പർച്ചേസും അല്ല ക്രെഡിറ്റ് സെയിലും അല്ല. ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു പർച്ചേസ് എന്ന് വരാം. അതായത് ക്യാഷിനോ ബാങ്കിനോ ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്യാത്തൊരു ട്രാൻസാക്ഷൻ ആണിത്. മനസ്സിലായില്ലേ? ഡ്രോയിങ്സിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു, പർച്ചേസിന് ക്രെഡിറ്റ് ചെയ്തു. ഇതും ഏതിലാണ് ചെയ്യേണ്ടത്? ജേർണലിലാണ് ചെയ്യേണ്ടത്. ഇപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയില്ലേ ജേർണലിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്? ക്രെഡിറ്റ് ക്യാഷോ അല്ല, ബാങ്കോ വരാത്ത. ഇപ്പം ഇപ്പൊ കമ്പൽസറി ആയിട്ട് ഒരു പർച്ചേസോ ഒരു സെയിലോ എന്തെങ്കിലും വരും ചെയ്യോ? എങ്ങനെ? അതായത് ഇപ്പം ബാങ്കോ ക്യാഷോ ഡെപ്റ്ററും ക്രെഡിറ്ററും ആയിട്ടില്ല, പക്ഷെ ഒരു ഡെപ്റ്ററും ക്രെഡിറ്ററും ആയിട്ട് പർച്ചേസോ ഇല്ലെങ്കിൽ സെയിലോ വരുമോ ജേർണലില്? അങ്ങനെ വരണമെന്നില്ല. ഇതിപ്പം ഈ ട്രാൻസാക്ഷനിൽ വിഡ്രോ ഇല്ല, ഡ്രോയിങ്സ് അങ്ങനെ നോക്കണ്ട. ഇതിന്റെ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ക്യാഷോ ബാങ്കോ ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്യാത്ത ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ വന്നു, അങ്ങനെയാണെങ്കിൽ മാത്രം ജേർണൽ ചെയ്താൽ മതി. ഇപ്പൊ ഇതിൽ തന്നെ ജേർണൽ എൻട്രി എന്താ വരാം? ഡ്രോയിങ്സ് അക്കൗണ്ട് ടു പർച്ചേസ് എന്ന് വരാം. ക്യാഷിനും ബാങ്കിനും ഡെബിറ്റ് ചെയ്തിട്ടില്ല, ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. അത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ബാക്കിയെല്ലാം അങ്ങനെ വരാത്ത എല്ലാം ജേർണൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഡെബിറ്റ് ഡ്രോയിങ്സ് അക്കൗണ്ട് ടു. ഇത് നമുക്ക് എവിടെയും ചെയ്യാൻ പറ്റൂല. ഡ്രോയിങ്സ് അക്കൗണ്ട് ടു പർച്ചേസ് പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ല, റെസിപ്റ്റ് ചെയ്യാൻ പറ്റില്ല, എവിടെ സേവ് ആവില്ല. ജേർണലിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഡ്രോയിങ്സ് അക്കൗണ്ട് ടു പർച്ചേസ്. പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോ. ഇൻവോയ്സ് റിസീവ്ഡ് അഗെയിൻസ്റ്റ് വിസിറ്റിംഗ് കാർഡ്സ് ആൻഡ് ബിൽസ് ആ ഒരു ഇതില്ലേ, അതെവിടെയാ? അതായത് നമ്മള് അതിന്റെ ക്വസ്റ്റ്യന്റെ മീനിങ് മനസ്സിലായിനോ? ഇല്ല. അതായത് നമ്മള് എക്സ്പ്രസ് ഓഫ്സെറ്റ് പ്രസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ നിന്ന് നമ്മളെ വിസിറ്റിംഗ് കാർഡും ബിൽ ബുക്കും ഒക്കെ പ്രിന്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇൻവോയ്സ് കിട്ടി. ഓക്കെ, നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ല, ക്രെഡിറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് നമ്മള് ജേർണൽ ചെയ്യാം. എന്തുകൊണ്ട് ജേർണൽ ചെയ്യുന്നത്? ക്യാഷും ബാങ്കും ക്രെഡിറ്റോ ഡെബിറ്റോ ചെയ്തിട്ടില്ല. പ്രിന്റിംഗ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റ് ടു എക്സ്പ്രസ് ഓഫ്സെറ്റ് പ്രസ് എന്ന് വരാം. അതുകൊണ്ടാണ് ജേർണൽ ചെയ്തത്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എസ്കേപ്പ് അടിച്ച് ബാക്കിൽ വരാം. പിന്നെ എന്ത് ചെയ്യാ? നമ്മൾ ചെയ്തതിന്റെ റിപ്പോർട്ട് നോക്കണ്ടേ? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ്, ട്രയൽ ബാലൻസ് അക്കൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യാം. ആദ്യം ട്രയൽ ബാലൻസ് അക്കൗണ്ട് ചെയ്യാം. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എടുക്കാം. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എടുക്കാം. ട്രയൽ ബാലൻസ് അക്കൗണ്ട് എടുക്കാം. Alt F1 അടിക്കാം.
ട്രയൽ Alt ബാലൻസ് അക്കൗണ്ട് F1. ടോട്ടൽ വരാം 6. ആ 16. ഡീറ്റെയിൽ ആയിട്ട് കാണാൻ ഓൾട്ട് F1 അടിച്ചാൽ മതി. 16,29,300. യെസ് 16 lakh അല്ലേ? Yes. 16,29,300. 29,300. അയ്യോ ഇന്റെ ഇതാണ് നമ്മളെ 15,000 ഒന്ന്. എവിടെ പോയെന്നുള്ളത് നോക്കാം, ഒരു മിനിറ്റ്. അതിന് മുന്നേറ്റ് എസ്കേപ്പ് അടിച്ചിട്ട് ബാക്കിൽ വരാം, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ തന്നെ വരാം. എന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കാം. ഓൾട്ട് F1 അടിച്ച് ഡീറ്റെയിൽ വ്യൂ ആക്കാം. Profit ആണ്. പ്രോഫിറ്റാ കിട്ടുക 1,38,400 നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ടോട്ടല് 1,50,500 ആണ് ടോട്ടൽ വരാം. ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. സെയിൽസ് ടോട്ടല് 3,25,000, പർച്ചേസ് ടോട്ടല് 2,08,000, ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട് 1,500, ഇൻഡയറക്റ്റ് ഇൻകംസ് 2 ഉണ്ട്. കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് 3 ഉണ്ട്. അതിന്റെ എമൗണ്ട് ഇവിടെ, ടോട്ടൽ എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയോ? Yes. 50,500. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യാം. ഓൾട്ട് F1 അടിക്കാം. ടോട്ടൽ വരാം 13,95,700 ബാലൻസ് ഷീറ്റ് ടോട്ടൽ. ടാലി ആയിട്ടുണ്ടാവും, ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. കിട്ടിയിട്ടില്ലേ? 14,97,700. 95,700 അല്ലേ? 95,700. മിസ് എനിക്ക് 97 ആണ് വന്നത്. എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. ഇവിടെ നോക്കുക, ചെക്ക് ചെയ്തോ, എന്റെ സ്ക്രീൻ നോക്കുക. എവിടെയാണ് എമൗണ്ട് അല്ല, തെറ്റിയതെന്ന് ഇത് നോക്കുക. നമുക്ക് കറപ്ഷൻ ചെയ്യണമെങ്കിൽ ഇത് എവിടെയാ ചെയ്യാ? ഫസ്റ്റ് തന്നെ നമ്മൾ ജേണലിനെ കറക്റ്റ് ആക്കിയ. ഒന്നും വേണ്ട, നിങ്ങൾ എവിടെയാണ് തെറ്റിയെന്നുള്ളത് ഇവിടെ നോക്കുക. ബാലൻസ് ഷീറ്റിൽ എവിടെയാ തെറ്റിയെന്നുള്ളത് നോക്കുക. പറഞ്ഞു തന്നെ അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് അല്ല. ഓപ്പണിംഗ് ബാലൻസ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ കാര്യമില്ല അല്ലേ? അതെ അവിടെ തെറ്റി. ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തെറ്റായിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കറക്റ്റ് ആണല്ലോ കിട്ടിയത്. അന്ന് എടുത്തേ. ഓൾട്ട് F1 അടിക്കണേ. 1,50,500. നെറ്റ് പ്രോഫിറ്റ് 1,38,400. അതില് പർച്ചേസ് 2,08,000. എങ്ങനെ? ഇവിടെ പർച്ചേസ് 2,08,000 ഇല്ലേ? അത് കറക്റ്റാ. സെയിൽസ് ഒക്കെ കറക്റ്റ് ആണ്. തെറ്റാ. നെറ്റ് പ്രോഫിറ്റ് തെറ്റാണ്. തെറ്റല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. നെറ്റ് പ്രോഫിറ്റ് തെറ്റാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് തെറ്റിയിട്ടുണ്ടാവും. ഇൻഡയറക്റ്റ് എക്സ്പെൻസോ ഇൻഡയറക്റ്റ് ഇൻകോ എമൗണ്ട് നോക്ക്, ഏതെങ്കിലും മിസ് ആയിട്ടുണ്ടോ നോക്ക്. എന്റെ ആൻസർ കറക്റ്റ് ആണോ? ടോട്ടൽ നോക്കണ്ട. ആ ബാക്കി ഇവിടെ എവിടെയെങ്കിലും എമൗണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മിസ് ആയിട്ടുണ്ടോ എന്തെങ്കിലും നോക്ക്. സൺഡ്രി എക്സ്പെൻസ് 4,800, ഞാൻ 2,800. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ വരും. ഒന്നുകൂടെ ഇത് മാം ഡബിൾ ക്ലിക്ക് ചെയ്യാം. സ്ക്രീൻ ഒന്നുകൂടി ഷെയർ ചെയ്യോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ആണെന്നില്ലേ? ഗ്രോസ് പ്രോഫിറ്റ് തെറ്റാണ്. ഗ്രോസ് പ്രോഫിറ്റ് തെറ്റിയിട്ടുണ്ടാവില്ല. ഒന്നെങ്കിൽ പർച്ചേസ് അല്ലെങ്കിൽ സെയിൽസ് തെറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തിട്ടുണ്ടാവില്ല. നോക്കി ഇതിൽ മൂന്നിന് ഏതെങ്കിലും ആയിരിക്കും തെറ്റിയിട്ടുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റിയാൽ മതി ആ അമൗണ്ടില്. സൺഡ്രി എക്സ്പെൻസിന്റെ എമൗണ്ട് മാത്രം മാറ്റിക്കൊട്ട് അത് സേവ് ചെയ്യണം കേട്ടോ. കൺട്രോൾ ചെയ്ത് സേവ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്ക്, ശരിയായിട്ടുണ്ടാവും. ഓക്കെ. ഗ്രോസ് പ്രോഫിറ്റ് തെറ്റിയത് സെയിൽസോ പർച്ചേസോ തെറ്റിയിട്ടുണ്ടാവും. നോക്കി നോക്ക്.
Net profit 1,38,400 ആ? Yes. Yes. ഓക്കെ കിട്ടി. എല്ലാവർക്കും കറക്റ്റ് ആയില്ലേ? ആയോ? ഗ്രോസ് പ്രോഫിറ്റ് അതോ തെറ്റിന്നാണല്ലോ? കറക്റ്റ് ആക്കിയോ? ആ ഇത് ആയോ? ഏകദേശം ഒക്കെ ഇല്ല, ഇത് കറക്റ്റ് ആണ്. പർച്ചേസ് അക്കൗണ്ട് കറക്റ്റ് ആണ്, പർച്ചേസ് കറക്റ്റ് ആണ്, തെറ്റാണ്. കാര്യം ചിഹ്നോടൊക്കെ പർച്ചേസ് തെറ്റിയിട്ടുണ്ടെങ്കിൽ പർച്ചേസ് എടുക്കാം, ഡബിൾ ക്ലിക്ക് ചെയ്ത് എടുക്കാം. അപ്പൊ നമുക്ക് ഇത് ഇല്ല, ഡബിൾ അതൊക്കെ ക്ലിക്ക് ചെയ്ത് കറക്റ്റ് ഓപ്പൺ തന്നെ ചെയ്യുമ്പോൾ എഴുതിയത്. പക്ഷെ അതെയോ? എന്തെങ്കിലും ചെയ്ത് നമുക്ക് എന്തെങ്കിലും അശ്രദ്ധ കൊണ്ടോ എന്തെങ്കിലും എമൗണ്ടോ തെറ്റുമ്പോഴൊക്കെ റിപ്പോർട്ട് തെറ്റും. അപ്പൊ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ 4 പർച്ചേസ് ആണ് ഉണ്ടാവുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ 4 നമ്മൾ ജേർണലിൽ ചെയ്തതാണ് കാണാൻ പറ്റുക. ഇല്ലേ? അതിന്റെ എമൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തോ, ഇത്രയും കിട്ടുന്നുണ്ടോ നോക്ക്. ഇതെങ്ങനെയാ ഏതാണ് കിട്ടുക? തെറ്റിയെന്ന് നോക്ക്. ഇതെങ്ങനെയാ കിട്ടുക? പർച്ചേസിന്റെ മൊത്തം പർച്ചേസ് പർച്ചേസ് എങ്ങനെ? ആ എങ്ങനെ കിട്ടുന്ന വെച്ചാൽ ഈ പർച്ചേസ് ഈ യെല്ലോയിൽ കിടക്കുന്നുണ്ടോ? അത് ഡബിൾ ക്ലിക്ക് ചെയ്യാ, വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യാ. ഇപ്പൊ നമുക്ക് 4 പർച്ചേസ് കാണാൻ പറ്റും. കാണുന്നില്ലേ? ഇതിൽ എവിടെയെങ്കിലും എമൗണ്ട് തെറ്റോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്ക്. എന്റേത് വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്. ഇല്ല, ഇത് കറക്റ്റാ. ഡെബിറ്റില് 1,50,000 ഓക്കെ. 50,000 ഡെബിറ്റ്, 20,000. 20,000 ഡെബിറ്റ്, ക്രെഡിറ്റ് 12,000. 12,000. യെസ്, കറക്റ്റ് ആണ്. പിന്നെ എങ്ങനെ തെറ്റാ? എമൗണ്ട് പർച്ചേസ് തെറ്റൂലല്ലോ. അല്ല, തെറ്റിയിട്ടില്ല, അതൊന്നും തെറ്റിയിട്ടില്ല. ഗ്രോസ് പ്രോഫിറ്റ് തെറ്റാണ്. ഗ്രോസ് പ്രോഫിറ്റ് തെറ്റിന് ഒന്ന് എനിക്ക് ഇതൊന്ന് ഫോട്ടോ എടുത്ത് അയച്ചേ, ഞാൻ നോക്കിയിട്ട് പറയാം. അയച്ചോ? ആ, ഡയറക്റ്റ് എക്സ്പെൻസ് മാറ്റം ഇല്ല. ഇതിലെ എടുത്തു ഫുൾ സ്ക്രീൻ അയക്കുന്നാലേ മനസ്സിലാവും. സെയിൽസ് കാണുന്നില്ല എനിക്ക്. ഇതില് സെയിൽസ് തെറ്റല്ലേ? സെയിൽസ് നോക്ക്. 3,25,000 അല്ലേ? ഇവിടെ നിങ്ങൾക്ക് കിട്ടിയത് 2,25,000. അത് സെയിൽസ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യും. ഓക്കെ. ഞാൻ നേരത്തെ എടുത്തോട്ട് തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പൊ നമുക്ക് 4 സെയിൽസ് കാണാൻ പറ്റും. ഇല്ലേ? നികേഷ് ഇതില് 50,000. എവിടെയാണ് തെറ്റ് നോക്ക്. മുകേഷ് 90 ഉണ്ടോ? ഉണ്ട്. റാഫി 1,45,000. ഉണ്ട്. ഒരു ക്യാഷ് ക്യാഷ് 40,000. 40,000. കറക്റ്റാ? ഞാൻ നോക്കിട്ടാ. കറക്റ്റ് ആണെങ്കിൽ 3,25,000 വരെ ഇവിടെ. സ്ക്രീനൊന്നും എനിക്ക് ഫോട്ടോ അയച്ചേ. എവിടാണ് കറക്റ്റ്? അല്ലേ? എല്ലാ നികേഷിന്റേത് ഈ 50 ഡെബിറ്റിലല്ലേ വന്ന് കിടക്കുന്നത്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ക്രെഡിറ്റിലാണോ? ഓപ്പൺ ചെയ്യും. ഇപ്പൊ ഇങ്ങനെ വരും. ഇതില് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ്. തല തിരിച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവാം. സെയിൽസ് ഡെബിറ്റും നികേഷിന് ക്രെഡിറ്റും ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇല്ല. അപ്പൊ ഇനി എന്ത് ചെയ്യാ? നേരെ തിരിച്ചോ, സെയിൽസ് ഇവിടെ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യാ. എന്നിട്ട് അവിടെ നികേഷ് ആക്കി കൊടുക്കുക. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് സെയിൽസ് ആക്കി കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്തോ.
Yes. ചെയ്തോ? ഓക്കെ ചെയ്തു. എന്നിട്ട് അപ്പം സേവ് എല്ലാം ചെയ്തിട്ട് ക്രെഡിറ്റിൽ ചെക്ക് എമൗണ്ട് ചെയ്ത് വരുന്നത് അല്ല ഇത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രം ഡെബിറ്റിൽ പോയതാണ്. പക്ഷേ നേരെ തിരിച്ച് ചെയ്തോണ്ട് അത് കേട്ടാ. അപ്പം കറക്റ്റ് ആയിട്ടുണ്ടാവും. ഇനി ആൻസർ ചെക്ക് ചെയ്തോ. ഏതാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ? ആ കറക്റ്റ് ആയില്ലേ? ഓക്കെ. ഓക്കെ. ഇനി ഇൻഷാല്ലാ നാളെ ക്ലാസ് വെക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. ഇല്ല മാം. ഇല്ല ഓക്കെ. നാളെ പ്രശ്നമൊന്നുമില്ല. എന്തേലും എനിക്ക് നോക്കിയിട്ട് ഞാൻ പറയാട്ടാ. ക്ലാസ് എനിക്ക് ചിലപ്പം പറ്റൂല ക്ലാസ് എടുക്കാന്. അങ്ങനെയാണെങ്കിൽ ഞാൻ മുൻകൂട്ടി അറിയിക്കാം. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണേ. ഉം. എസ്കേപ്പ് അടിച്ച് ക്വിറ്റ് ചെയ്തോ. താങ്ക് യു മാം. ഓക്കെ താങ്ക് യു.